കഠിനാധ്വാനമാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക മക്കളെ. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാവട്ടെ. ഫസ്റ്റും സെക്കൻഡും ഒന്നും അല്ല മോനെ ഇവിടെ പ്രധാനം. നിങ്ങളിവിടെ പെർഫോം ചെയ്തില്ലേ, അത് തന്നെ വലിയ കാര്യമാണ് കേട്ടോ. ഇത് കാര്യം ഇത്രയും കുട്ടികളുടെ ഇടയിൽ നിന്ന് ഒരു 5 പേര് വന്ന ആ 5 കിങ്കരന്മാർക്കും കിങ്കരികൾക്കും എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ. ഇത്രേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. ലവ് യു. താങ്ക് യു ശരത് സാർ. ചേച്ചി എന്താ പറയാ പാറു, ഫാന്റാസ്റ്റിക് പെർഫോമൻസസ് ആയിരുന്നു ഇന്ന് എല്ലാരും. ഇവിടെ നിന്ന് ഇപ്പൊ ഫിനാലെ എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യം. കാരണം എല്ലാ സാധാരണ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാ, ഒരൊറ്റ കുട്ടിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. 5 പേരും പുഷ്പം പോലെ പാടി, സൂപ്പറായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ന് സത്യത്തിൽ ഒരു കോമ്പറ്റീഷൻ ജയിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് സത്യസന്ധമായ സംഗീതം ജയിക്കണം എന്നാണ്. അതൊരു കണ്ടസ്റ്റന്റ് എന്നുള്ളതല്ല. അതൊരു എനിക്കൊരു സന്തോഷമുള്ളത് ആ സംഗീതം ഇന്ന് ജയിക്കും. അപ്പം എന്തുകൊണ്ടും നമുക്ക് ഒരു പുതിയൊരു സൂപ്പർ സ്റ്റാറിന് ഇവിടെ നിന്ന് ജന്മം നൽകാൻ സാധിക്കും. കാത്തിരിക്കണം. ഓക്കേ രജിഷ, ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേയിൽ ഇവിടെ വരാൻ സാധിച്ചതിൽ. കാരണം എനിക്ക് പാടാൻ ഒരു കഴിവില്ല, പക്ഷെ പാട്ട് പാടുന്നവരോട് ഭയങ്കര അസൂയുള്ള ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടുന്ന ആൾക്കാർ. അപ്പം ഇത്രയും യങ് ആയിട്ടുള്ള ഒരു ഏജ് തന്നെ ഇത്രയും ടാലൻറ്റ് അത് ഷോക്കേസ് ചെയ്യാൻ ഇത്രയും വലിയൊരു സ്റ്റേജ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതെനിക്കൊന്നു ഒരു മെയിൻ കടമ നമ്മൾ കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം ശരത് സാറ് പറഞ്ഞ പോലെ തന്നെ ജയിച്ചാലും ഇല്ലെങ്കിലും ഇവിടുത്തെ വിധിയല്ല നമ്മളുടെ ഭാവിയിലെ വിധിയെ നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു പ്രോത്സാഹന സമ്മാനമായി കണ്ട് ഇതേപോലെ തന്നെ അത് കിട്ടിയാലും ഇല്ലെങ്കിലും ഇപ്പം ചെയ്യുന്ന അതേ ഹാർഡ് വർക്ക് ഇനിയും മുന്നോട്ട് ചെയ്യാൻ സാധിക്കട്ടെ. ഒരുപാട് നല്ല സിംഗേഴ്സിനെ മലയാളത്തിന് ഈ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലൂടെ ലഭിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് ടു എവരിവൺ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ആക്ച്വലി. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ടു ബി ഏബിൾ ടു പെർഫോം ഇൻ സച്ച് എ സ്റ്റേജ് ഇറ്റ്സെൽഫ് ഇസ് എ വെരി ബിഗ് തിങ്. അപ്പോൾ വാട്ട് എവർ the result is, I think everybody here, whoever have performed till date here, they are all winners is what I feel. Yeah, so എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഫസ്റ്റ് വന്നാലും ലാസ്റ്റ് വന്നാലും. ജിസേട്ടാ, ഈ ഇന്നിവിടെ കുട്ടികൾ 1, 2, 3 പേരൊക്കെ സമ്മാനങ്ങൾ നേടുമായിരിക്കും. പക്ഷെ ഇവിടെ കൊടുക്കുന്ന സമ്മാനത്തേക്കാൾ അവർ ഈ സ്റ്റേജിൽ ആർജിച്ചെടുത്ത കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിന് ലോകത്തൊരിടത്തും അവർക്ക് വിലയിടാൻ പറ്റില്ല. അതായിരിക്കും ഇനി അങ്ങോട്ടും അവർ എത്രത്തോളം വലുതാവണം. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ റിയൽ സൂപ്പർ സ്റ്റാറുകളാക്കി അവരെ മാറ്റുന്നത് ഇത്രയും വലിയ പ്രഗത്ഭരായിട്ടുള്ള ശരത്തേട്ടനെയും മഞ്ജുരിയെയും ഷാനയൊക്കെ പോലുള്ള ജഡ്ജസ് അവരെല്ലാം കൂടെ അവർക്ക് നേടിക്കൊടുത്തൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതായിരിക്കട്ടെ അവരുടെ ഏറ്റവും വലിയ നേട്ടമെന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. താങ്ക് യു ജിസേട്ടാ. ചേട്ടാ, ഇതുപോലെ ഇതൊരു പ്ലാറ്റ്ഫോം കിട്ടുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. അവിടെ പെർഫോം ചെയ്യാൻ പറ്റുക, ഫൈനലിൽ എത്തുക, ഇതെല്ലാം വലിയ കാര്യങ്ങളാണ്. നമുക്ക് എത്രത്തോളം മുകളിലേക്ക് പോകുന്നോ നമ്മൾ അത്രത്തോളം കാല് തറയിൽ ഉറപ്പിച്ച് നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ്. ഇന്ന് നമ്മളെപ്പോഴും പറയും ഫെയിലിയറിനേക്കാൾ സക്സസ് ആണ് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട്. അത് നമ്മൾ എത്രത്തോളം നന്നായി ഹാൻഡിൽ ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ ഉയരത്തിലേക്ക് പോകും. ഞാൻ എപ്പോഴും എൻ്റെ റോൾ മോഡലായിട്ട് കാണുന്ന ഒരാളാണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ക്രിക്കറ്റർ. ലോകത്തിൻ്റെ ഏറ്റവും ഔന്നത്യങ്ങളിൽ 20ാമത്തെ വയസ്സിൽ എത്തിയ ഒരാളാണ്. 16ാമത്തെ വയസ്സിൽ കളി തുടങ്ങി 18-20 വയസ്സിൽ ആ പൊസിഷനിൽ എത്തിയിട്ട് ഇപ്പോഴും കളി നിർത്തിയിട്ട് 20 വർഷമായിട്ടും അദ്ദേഹത്തെ ലെജൻഡ് എന്ന് എല്ലാവരും വിളിക്കുന്നത് അദ്ദേഹം ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഈ കുറി എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതിന് ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സിന് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക് സ്പോർട്ട് വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. സൂപ്പർ സ്റ്റാറിന്റെ ഈ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ നിൽക്കുമ്പോൾ ഇനി ഇത്രയും നാളത്തെ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ ജേർണി ഒന്ന് നമുക്ക് കാണണ്ടേ? യെസ്, തീർച്ചയായിട്ടും കാണണം. അപ്പൊ നമുക്ക് ആ ഒരു ജേർണി ഒന്ന് കണ്ടിട്ട് വരാം. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ പുതുമയുടെ മഹാവിപ്ലവം സൃഷ്ടിച്ച മലയാളത്തിലെ ആദ്യ മ്യൂസിക്കൽ റിയാലിറ്റി ഷോ അമൃത സൂപ്പർ സ്റ്റാർ. ഓരോ സംഗീതപ്രേമിയും അതുവരെ കണ്ടു പരിചയിച്ച ആലാപന മത്സരവേദികളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി റിയാലിറ്റി ഷോ എന്ന വാക്കിന്റെ അതീവ ഹൃദ്യമായ അനുഭവാകാശങ്ങളിലേക്ക് ആദ്യമായി ആനയിക്കപ്പെടുക തന്നെയായിരുന്നു ഓരോ ടെലിവിഷൻ പ്രേക്ഷകരും അമൃത സൂപ്പർ സ്റ്റാറിലൂടെ. പുതുതലമുറ താരഗായകരുടെ ഒരു നിര തന്നെ സമ്മാനിച്ച ഈ ഐതിഹാസിക ഷോ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തിയപ്പോഴും
ആവേശപൂർവ്വം എതിരേറ്റു ഓരോ സംഗീത പ്രണയിയും. ആദ്യ എപ്പിസോഡുകൾ മുതൽ സൂപ്പർ താരങ്ങളാകാൻ എത്തിയ ഓരോ പ്രതിഭകളും കാഴ്ചവെച്ചത് സ്വപ്നതുല്യമായ എത്രയോ പ്രകടനങ്ങൾ. तेरा ही प्यार है मेरे मन में, एक पल का जीना फिर तो है जाना, तोहफा क्या लेके जाइए दिल ये बताना, एഴു तेरी വിളക്കിന്റെ മുന്നിൽ ചിരി തൂകി മലർത്താലം കൊണ്ടുവന്നതാര്, വാ ഇരു തോളെടുത്ത് വാ, വാ ഇരു തോളെടുത്ത് വാ, ഒരു വാളെടുത്ത് വാ, ഒരു സൂലൊരത്ത് വാ, വാ വാ വാ. तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम. പ്രതീക്ഷകളും സ്വപ്നങ്ങളും നിറഞ്ഞ ആലാപന വഴിയിൽ കേവല വിധി നിർണയത്തിനപ്പുറം കരുതലുമായി കൈപിടിച്ചു നടത്തിയ സംഗീത ലോകത്തെ മഹാപ്രതിഭകൾ. സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. സ്നേഹാദരങ്ങൾ പാട്ടുപുഷ്പങ്ങളായി ഏറ്റുവാങ്ങിയ സംഗീത കുലപതികൾ ഈ വേദിയെ ധന്യമാക്കിയ എത്രയോ സുവർണ മുഹൂർത്തങ്ങൾ. രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ. കടലാഴം അറിയുകയാണോ മഴക്കാലം എനിക്കായി. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. കൽപ്പാന്തകാലത്തോളം കാതരേ എത്ര പാട്ടുണ്ടാക്കിയാലും കൽപ്പാന്തകാലം എന്ന് പറയുമ്പോൾ എന്നെങ്ങനെ കെട്ടിയിട്ടിരിക്കുക ആൾക്കാർ. ഓരോ താരഗായകരെയും ആവേശത്തേരിലേറ്റിയ തലയെടുപ്പുള്ള താരനക്ഷത്രങ്ങൾ. വേറെ ആരെ കൊണ്ട് ആ പാട്ട് പഠിപ്പിച്ച് എനിക്ക് വിഷമം ഉണ്ടാവില്ല, മൂപ്പരെന്നെ ആ പാട്ട് പഠിക്കാൻ. എന്താ പ്രശ്നം അറിയാമോ? ഇതിന്റെ അർത്ഥം അറിയില്ല ഞങ്ങൾക്ക്. വാചാലം എൻ മൗനവും നിൻ മൗനവും ചെക്കിലടിക്കും മുൻപേ തെയ്യം താരോ. നിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു അയ്യാ കണ്ണാടി പുഴയിലു വിരിയണ കുളിരല പോലെ. हुसन तेरा तौबा 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 तौबा, हुसन तेरा तौबा तौबा तौबा. मूलिയിൽ മയക്കിനി ചാർത്തി കൊടിയിലെ മല്ലിയപ്പൂ മണക്കതേ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ. ഗുരുവായൂരോ മനക്കണ്ണനാ ഉണ്ണി. ആലാപന മികവിനൊപ്പം ആട്ടവും അഭിനയവും കൂട്ടുചേർന്ന സമാനതകളില്ലാത്ത ആവേശ നിമിഷങ്ങൾക്ക് ഇനി അതുല്യമായ കുട്ടിക്കലാശം. പോരു പോരു കാടിൻ തേങ്ങൾ കേൾക്കുന്നില്ലേ, സിതാരോं के महफिल में गूंजेगा तराना, के होठों पे आया है दिल का फसाना. अरे दिल ने मैं पानी की सवेरा जाग उठी, मैं जाग उठी. അതെ, പാട്ടുകളുടെ ഈ സ്വപ്ന സമാനമായ വേദിയിൽ ഇനി പുത്തൻ താരങ്ങളുടെ പട്ടാഭിഷേകത്തിന് നിമിഷങ്ങൾ മാത്രം. സൂപ്പർ സ്റ്റാർ ഗ്രാൻഡ് ഫിനാലയിലെ എല്ലാ മത്സരങ്ങളും അവസാനിച്ചിരിക്കുകയാണ്.
ഇനി ആ ഒരു ഫലപ്രഖ്യാപനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആരാണ് ഈ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ടൈറ്റിൽ കൊണ്ടുപോകാൻ പോകുന്നത് എന്ന് നമ്മൾ അറിയാൻ പോകുന്ന മൊമെന്റ്സിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. റെഡി? എന്നൊരു വലിയ കൈയടി. അപ്പോൾ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ആ 5 ഫൈനലിസ്റ്റുകളെ നമുക്ക് നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ദ 5 ഫൈനൽ കണ്ടസ്റ്റന്റ്സ് ടു സൂപ്പർ സ്റ്റാർ. സൂപ്പർ സ്റ്റാർ ജൂനിയറിന്റെ ഫൈനൽ 5 കണ്ടസ്റ്റന്റ്സ് ആണ് നിൽക്കുന്നത്. ഒരു വലിയ കൈയടി കൊടുക്കുക അവർക്ക്. റെഡിയാണോ? ടെൻഷൻ ഉണ്ടോ? ഇല്ല അല്ലേ? എന്തിനല്ലേ ടെൻഷൻ? അതാണ്. ഓക്കെ, അപ്പൊ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ പെർമനന്റ് പാനൽ ജഡ്ജസിനെ കൂടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഷാനിക്ക, ശരത് സർ ആൻഡ് മഞ്ജരി ചേച്ചി. അപ്പോ ജഡ്ജസും എത്തിയിരിക്കുകയാണ്. ആസിഫിക്ക റെഡി? ധ്യാൻ ചേട്ടാ റെഡി? അപ്പൊ നമ്മൾ ആദ്യം അനൗൺസ് ചെയ്യാൻ പോകുന്നത് 5th പൊസിഷൻ ആണ്. ഓക്കെ, നമുക്ക് താഴേന്ന് തുടങ്ങാം. ആ 5th പൊസിഷൻ അനൗൺസ് ചെയ്യുന്നത് വേറെ ആരുമല്ല, നമ്മുടെ മഞ്ജരി ചേച്ചിയാണ്. അങ്ങോട്ട് അനൗൺസ് ചെയ്ത് കൊടുക്കും. മഞ്ജരി ചേച്ചി ആ ഒരു 5th പൊസിഷൻ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ അമൃത TV AVP സെയിൽസ് ശ്രീ ജയകൃഷ്ണൻ സാറിനെയും അതോടൊപ്പം അമൃത TV ക്രിയേറ്റീവ് ഹെഡ് ശ്രീമതി സിന്ധു മോഹനെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. മഞ്ജരി ചേച്ചി പറയട്ടെ. സൂപ്പർ സ്റ്റാറിന്റെ ഈ 24 കണ്ടസ്റ്റന്റ്സിനെയൊക്കെ ചാടിക്കടന്ന് മറികടന്ന് നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിലെ 5ാമത്തെ സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ആ ചക്കര കുട്ടി ആരാണ് എന്നുള്ളതാണ്. ഞാനൊന്ന് പോയിട്ട് തൊട്ട് പറഞ്ഞാലോ ആരാന്ന്? ക്രിയേറ്റീവ് ആക്കാം. ഞാൻ കുറച്ചൊന്നിങ്ങനെ അങ്ങനെ നടന്ന് ഈ ചക്കര കുട്ടനാണ്, നിവേദൂട്ടനാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ 5th പൊസിഷൻ ലഭിച്ചിരിക്കുന്നത് നമ്മുടെ നിവേദിനാണ്. നിവേദ് കൃഷ്ണ, കൺഗ്രാറ്റുലേഷൻസ്. നിവേദിന് മൊമെന്റോ നൽകാനായിട്ട് ഞാൻ മഞ്ജരി ചേച്ചിയെ സ്വാഗതം ചെയ്യാണ്. സൂപ്പർ സ്റ്റാറിന്റെ 5th പൊസിഷൻ കരസ്ഥമാക്കിയിരുന്നത് നിവേദ് കൃഷ്ണ. അടുത്തതായി നിവേദിന് ക്യാഷ് അവാർഡ് കൊടുക്കാനായി അമൃത TV AVP സെയിൽസ് ശ്രീ ജയകൃഷ്ണൻ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. AMS സ്പൈസസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ് നൽകുന്ന 50,000 റുപ്പീസിന്റെ ക്യാഷ് അവാർഡാണ് നിവേദിന് ലഭിക്കുന്നത്. അടുത്തതായി നിവേദിനെ സർട്ടിഫിക്കറ്റ് നൽകുന്നു അമൃത TV ക്രിയേറ്റീവ് ഹെഡ് ശ്രീമതി സിന്ധു മോഹൻ. നിവേദ് 5th പൊസിഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. എന്താ തോന്നുന്നേ? പറ. സന്തോഷമുണ്ട്. അതെ, അത് മതിയാടാ. സൂപ്പർ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു നിവേദ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, അടുത്തതായി 4th പൊസിഷൻ. സൂപ്പർ സ്റ്റാർ ജൂനിയറിന്റെ ആ 4th പൊസിഷൻ ആർക്കാണെന്നാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. അനൗൺസ് ചെയ്യുന്നതിനായി ധ്യാൻ ചേട്ടനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്.
ചേട്ടാ, ആ ഒരു 4th പൊസിഷൻ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ വേദിയിലേക്ക് മാനേജിംഗ് ഡയറക്ടർ ചോസൻ ശ്രീ അംജദ് ഹുസൈൻ TP സാറിനെയും കൂടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ അംജദ് ഹുസൈൻ സാറിനെ മൊമെന്റോ നൽകി ആദരിക്കാനായി ധ്യാൻ ചേട്ടനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഫോർത്ത് പൊസിഷൻ, സൂപ്പർ സ്റ്റാറിന്റെ ആ 4th പൊസിഷൻ ആരാണ്? ധ്യാൻ ചേട്ടന് മാത്രമേ അറിയുള്ളൂ. പറയട്ടെ, ആ എനിക്ക് പറയാമോ? പറയട്ടെ, ഒരു ബിൽഡപ്പ് ഒക്കെ കൊടുത്തോ പ്ലീസ്. വിശപ്പുണ്ടല്ലേ? വേണ്ട, പറ കമാൺ. മോളെ വാ മോളെ. ധ്രുവ. അപ്പൊ സൂപ്പർ സ്റ്റാറിന്റെ ആ ഒരു 4th പൊസിഷൻ കിട്ടിയിരിക്കുന്നത് നമ്മുടെ ധ്രുവ കുട്ടിക്കാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇവിടം വരെ എത്തിയില്ലേ അല്ലേ? ധ്രുവയ്ക്ക് മൊമെന്റോ നൽകാനായി ഷാനിക്കനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. കൺഗ്രാറ്റുലേഷൻസ് ധ്രുവ. അടുത്തതായി ചോസൻ നൽകുന്ന 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് നൽകുന്നു മാനേജിംഗ് ഡയറക്ടർ ചോസൻ ശ്രീ അംജദ് ഹുസൈൻ TP സർ. ധ്രുവ മോൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നു അമൃത TV ക്രിയേറ്റീവ് ഹെഡ് സിന്ധു മോഹൻ. ചോസൻ ഫുഡ് പ്രോഡക്ട്സിന്റെ 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ് നമ്മുടെ ധ്രുവ മോൾക്ക് കിട്ടിയിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അടുത്തതായി 5th പൊസിഷൻ കഴിഞ്ഞു, 4th പൊസിഷൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് റണ്ണർ അപ്പ്. ഓക്കെ, ആ സെക്കൻഡ് റണ്ണർ അപ്പ് ആരാണെന്നാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. അനൗൺസ് ചെയ്യുന്നത് നമ്മുടെ ശരത് സാർ ആണ്. ഈ സെക്കൻഡ് റണ്ണർ അപ്പ് എന്ന് പറഞ്ഞ ജാടവാക്കിന്റെ അർത്ഥം 3rd പൊസിഷൻ. ശരത് സാറ് അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ അമൃത TV എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശ്രീ കൃഷ്ണചന്ദ്രൻ സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഓക്കെ ശരത് സാർ. യെസ്. അപ്പൊ ആരാണ് നമ്മളുടെ ആ സെക്കൻഡ് റണ്ണർ അപ്പ്, സൂപ്പർ സ്റ്റാറിന്റെ സെക്കൻഡ് റണ്ണർ അപ്പ്? ആരായിരിക്കും അണ്ണാച്ചി? എനി ഗസ്? അഭിനവാണോ, ബദ്രിയാണോ, വൈഗയാണോ? ആ കിട്ടി എനിക്ക്. മിടുക്കനാ, ടക്കെന്ന് പറഞ്ഞു തന്നു. ആണോ? ആ മക്കളെ ചക്കരെ, ഐ ലവ് യുടാ. സൂപ്പർ സ്റ്റാറിന്റെ സെക്കൻഡ് റണ്ണർ അപ്പ് ആയിരിക്കുന്നത് നമ്മുടെ അഭിനവാണ്. കൺഗ്രാറ്റുലേഷൻസ്. അഭിനവിനെ മൊമെന്റോ നൽകാൻ ശരത് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. കൺഗ്രാറ്റുലേഷൻ. ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന 2 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡാണ് അഭിക്ക് കിട്ടാൻ പോകുന്നത്. നൽകാനായി അമൃത TV AVP സെയിൽസ് ശ്രീ ജയകൃഷ്ണൻ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന 2 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ് അഭിനവിന് നൽകിയിരിക്കുന്നത്. ഇനി സർട്ടിഫിക്കറ്റ് നൽകാനായി അമൃത TV എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശ്രീ കൃഷ്ണചന്ദ്രൻ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. കഴിഞ്ഞിട്ടില്ല അബി, ഇനി ഒരു സ്പെഷ്യൽ ഓണറിംഗ് കൂടെ ഉണ്ട്. മഞ്ജരി ചേച്ചി, കൺഗ്രാറ്റുലേഷൻസ് അഭിനവ്, സെക്കൻഡ് റണ്ണർ അപ്പ് സൂപ്പർ സ്റ്റാർ ജൂനിയർ. അഭിനവ് സെക്കൻഡ് റണ്ണർ അപ്പ് ആണ് ആയിരിക്കുന്നത്. 2 വാക്ക് സംസാരിക്കണ്ടേ നമുക്ക്? ഭയങ്കര സന്തോഷായി. പിന്നെ എനിക്ക് ഇവിടം വരെ എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷായി. നന്ദി. ഓക്കെ അബി, കൺഗ്രാറ്റുലേഷൻസ്. ഇനി ആരാണ് ആ സൂപ്പർ സ്റ്റാർ എന്ന് നമ്മൾ അറിയാൻ പോവാണ്. ആ വിന്നർ ആരാണെന്നാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. ഓക്കെ, ബദ്രിയാണോ വൈഗയാണോ?
അത് അനൗൺസ് ചെയ്യാനായി നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആസിഫിക്കയെ ഞാൻ സ്വാഗതം ചെയ്യാം. ആസിഫിക്ക അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ജിടെക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിസ്റ്റർ മിഷാൽ അബു സാറിനെയും അതുപോലെ UGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ അജിത് പാലാട്ട് സാറിനെയും GM അഭിലാഷ് പാലാട്ട് സാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ആസിഫിക്കയ്ക്ക് ഞങ്ങളുടെ ഒരു സ്നേഹാദരവുണ്ട്. അത് നൽകാനായി കൃഷ്ണേന്ദ്രൻ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. ഫസ്റ്റ് പ്രൈസ് ആണോ? അടുത്തതായി ആസിഫിക്ക ജിടെക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിസ്റ്റർ മിഷാൽ അബു സാറിന് ഒരു ആദരവുണ്ട്. ആസിഫിക്ക പ്ലീസ്. അടുത്തതായി UGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ അജിത് പാലാട്ട് സാറിനെയും കൂടെ ഞാൻ സ്വാഗതം ചെയ്യാണ്. ആസിഫിക്ക മൊമെന്റോ നൽകാനായി. എനിക്ക് ടെൻഷൻ ആവുന്നു. ആരാന്നറിയാലോ അല്ലേ? എനിക്കറിയില്ല. ഒരു ചേഞ്ചിന് വെറുതെ കറക്കി കുത്തി നോക്കിയാലോ? അയ്യോ, കറക്കി കുത്തു വേണ്ട, ടെൻഷൻ അടിച്ച് നിൽക്കുക പിള്ളേര് ഓൾറെഡി. ഒരു കാര്യം, ഞാൻ ഇവിടെ നടുക്ക് നിൽക്കട്ടെ? കൈ പോക്കാം. ഓ, നമ്മൾ ഈ റെസ്ലിംഗിലും ബോക്സിംഗിലും കണ്ടേക്കുന്ന പോലെ. ഓക്കെ, ആർ യു ഗൈസ് റെഡി? റെഡി. പറയട്ടെ, സൂപ്പർ സ്റ്റാറിന്റെ ആ ഒരു ക്രൗൺ, സൂപ്പർ സ്റ്റാർ ജൂനിയറിന്റെ ആ ഒരു ക്രൗൺ കിട്ടുന്നത് ബദ്രി. ബദ്രി, കൺഗ്രാറ്റുലേഷൻസ്. സൂപ്പർ സ്റ്റാറിന്റെ ടൈറ്റിൽ വിന്നർ ആയിരിക്കുന്നത് നമ്മുടെ ബദ്രിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അതോടൊപ്പം ഫസ്റ്റ് റണ്ണർ അപ്പ് ആയിരിക്കും നമ്മുടെ വൈഗ. ബദ്രി, ഇത്രയും നാളത്തെ ഓൾമോസ്റ്റ് 1 ഇയറിന്റെ ഒരു ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ എല്ലാം കഴിഞ്ഞ് ഒരുപാട് പെർഫോമൻസസ് ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോ ആ ടൈറ്റിൽ വിന്നർ, ആ സൂപ്പർ സ്റ്റാർ ക്രൗൺ നിനക്കാണ് കിട്ടിയിട്ടുള്ളത്. വാട്ട് ഡു യു ഫീൽ നൗ? ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം ഇതുപോലൊരു വേദി കിട്ടിയത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നു. കാരണം ഇതുപോലെ വെർസറ്റൈറ്റായിട്ടുള്ള റൗണ്ട്സ് ഇതുവരെ നമ്മളിത് റിയാലിറ്റി ഷോസിൽ കണ്ടിട്ടില്ല. പിന്നെ ഓർക്കസ്ട്ര ചേട്ടന്മാർ ഒറിജിനൽ പോലെ വായിച്ചു തരുന്ന, നമുക്ക് വേണ്ടി വായിച്ചു തരുന്ന ഓർക്കസ്ട്ര ചേട്ടന്മാർക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. പിന്നെ ഫ്രണ്ട്സ്, അവരാണ് അതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കുന്നത്, കോറസ് പാടാനായാലും. പിന്നെ ജഡ്ജസ് സഹായിച്ചു. താങ്ക് യു. പിന്നെ ഗ്രൂമേഴ്സിനും നന്ദി അറിയിക്കും. ഓക്കെ വൈഗ, എന്തോ ഫസ്റ്റ് റണ്ണർ അപ്പ് ആയിരിക്കുകയാണ്. പറ. ഒരുപാട് സന്തോഷം. എന്താ പറയുക, ഇതൊക്കെ തന്നെ, അതായത് ഇത്രയും നാളും ഈ ഒരു ജേർണി ഏറ്റവും മെമ്മറബിൾ ആക്കിയത് നമ്മുടെ ഓർക്കസ്ട്ര ടീം ആണെങ്കിലും ഗ്രൂമേഴ്സ് ആണെങ്കിലും ജഡ്ജസ് ആണെങ്കിലും പിന്നെ എൻ്റെ ചങ്ക്സ്, പിന്നെ പേരൻസ്, എല്ലാവരും. അതായത് പേരൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളവരുടെ പാടുമ്പോൾ അവർക്ക് നല്ല മാർക്ക് കിട്ടുമ്പോൾ ബാക്കിയുള്ള പേരൻസാണ് അതിൽ കൂടുതൽ സന്തോഷിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ബോണ്ടിങ് ഒരിക്കലും തീരത്തില്ലെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അപ്പോൾ എന്തായാലും ഈ ഒരു പൊസിഷനിൽ നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. എല്ലാവരെയും മിസ് ചെയ്യും. താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റുലേഷൻസ് കുട്ടാ. ഓക്കെ, അപ്പോൾ ബദ്രിക്ക് മൊമെന്റോ നൽകാനായി ആസിഫിക്കെ ഞാൻ സ്വാഗതം ചെയ്യാണ്. അങ്ങനെ സൂപ്പർ സ്റ്റാറിന്റെ ക്രൗൺ, ദ ടൈറ്റിൽ വിന്നർ ഈസ് ബദ്രി. ബദ്രി വിശ്വനാഥ്. ദീപ്തമീ പ്രകാശം ഉദിക്കുന്നു വാണി.
ടെക് എഡ്യൂക്കേഷൻ നൽകുന്ന 5 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ് ബദ്രിക്ക് കിട്ടുന്നത്. നൽകാനായി 5 lakhs rupeesന്റെ ക്യാഷ് പ്രൈസ് നൽകാനായി മിഷേൽ അബു, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ജിടെക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ ഞാൻ വെൽക്കം ചെയ്യാണ്. അടുത്തതായി സർട്ടിഫിക്കറ്റ് നൽകാനായി അമൃത TV എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണചന്ദ്രൻ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. അടുത്തതായി നമ്മുടെ ടൈറ്റിൽ വിന്നറിന് സ്പെഷ്യൽ ഓണറിംഗ് ശരത് സർ, നമ്മുടെ ബദ്രികുട്ടന്. ബദ്രി, വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. ഇനി നമ്മുടെ വൈഗ കുട്ടിക്ക് ഫസ്റ്റ് റണ്ണറപ്പിന്റെ മൊമെന്റോ നൽകാനായിട്ട് ആസിഫിക്ക് ഞാൻ വെൽക്കം ചെയ്യാണ്. അടുത്തതായി UGS ഗ്രൂപ്പ് നൽകുന്ന 3 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ് വൈഗക്കുട്ടിക്ക് നൽകുന്നത്. അതിനായി അജിത് പാലാട്ട് സാറിനെ, മാനേജിംഗ് ഡയറക്ടർ, UGS ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് നൽകാനായി ഞാൻ സ്വാഗതം ചെയ്യാണ്. വൈഗയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകാനായി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണചന്ദ്രൻ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. ഇനി വൈഗയ്ക്ക് സ്പെഷ്യൽ ഓണറിംഗ് ബൈ ഷാൻ റഹ്മാൻ. ഓക്കെ, അപ്പൊ താങ്ക് യു സ്പോൺസേഴ്സ്. നമ്മുടെ ഒരു ഷോയുടെ വിജയം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മുടെ സ്പോൺസേഴ്സ് തന്നെയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഇപ്പൊ നിങ്ങൾ എല്ലാരും വിചാരിക്കും കഴിഞ്ഞില്ലേ, പോയിക്കൂടെന്ന്. കഴിഞ്ഞിട്ടില്ല. നമ്മൾ സാധാരണ എലിമിനേഷന്റെ സമയത്താണ് കീബോർഡ് വെച്ചിട്ട് നമ്മൾ റാപ്പിഡ് ഫയർ ഒക്കെ നടത്താറുള്ളത്. അതിനു മുന്നേ ഞാനൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വെരി ഫസ്റ്റ് റിയാലിറ്റി ഷോ ആയിരുന്നു സൂപ്പർ സ്റ്റാർ. അപ്പൊ അവിടെ നിന്ന് നമ്മളൊരു തരംഗമാണ് സൃഷ്ടിച്ചത് ശരിക്കും കേരളത്തില്. അപ്പോൾ ഈ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ജൂനിയേഴ്സ് അമൃത TV നടത്തുമ്പോൾ വളരെ വൈകിയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. സങ്കടമുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തിയത്. പക്ഷെ എന്നാല് അപ്പത്തേക്ക് ഇവർ ആ കുട്ടികളൊക്കെ വാർത്ത് ഒരു സ്ഥലത്ത് എത്തിച്ചു. അത്രയും മനോഹരമായ കുട്ടികളായി മാറി. ഇവിടുന്ന് ആരാണോ ജയിക്കുന്നത്, ആ ജയിച്ച് ഇവിടുന്ന് പോകുന്ന ആ സൂപ്പർ സ്റ്റാർ അതാരാണെങ്കിലും നല്ലൊരു സംഗീത ഭാവി ഉണ്ടാകണം എന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ഒരു എളിയ ഒരു സമ്മാനം പോലെ ഞാൻ ഒരു ഡിജിറ്റൽ പിയാനോ ഇവിടുത്തെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആൾക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചു. അത് ഇന്ന് ആ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ബദ്രി ആയതുകൊണ്ട് ബദ്രി കൺഗ്രാറ്റുലേഷൻസ്. ഈ ഡിജിറ്റൽ പിയാനോ ബദ്രിക്ക് സ്വന്തം. സൂപ്പർ, താങ്ക് യു. ബദ്രിയുടെ സംഗീത യാത്ര ഈ ഒരു വേദിയിൽ നിന്നും ആരംഭിക്കുകയാണ്. അത് ഒരു നല്ലൊരു തുടക്കമാവട്ടെ. ദൈവം എന്നും, സംഗീതം എന്നും കൂടെ ഉണ്ടാകട്ടെ. ഓക്കെ, ഓൾ യോഴ്സ്. ഗോഡ് ബ്ലെസ്. താങ്ക് യു മഞ്ജരി ചേച്ചി, താങ്ക് യു സോ മച്ച്. ഷാനിക്ക, നമ്മുടെ ജേർണി കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, സൂപ്പർ സ്റ്റാർ തുടങ്ങിയ അന്ന് തൊട്ടുള്ള ഒരു ജഡ്ജ് ഞാനായിരുന്നു. പിന്നീടാണ് ശരത്തേട്ടനും പിന്നീടാണ് മഞ്ജരിയും വന്നത്. നമ്മൾ ആ സമയത്ത് തുടങ്ങിയ 2 ഹരികളെയും നമ്മളിവിടെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഐ ഹാവ് ടു താങ്ക് യു പാറു. ഒരു ഷോയുടെ ഫേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് പ്ലീസ് എല്ലാവരും പാർവതിക്കൊരു കയ്യടി. പിന്നെ നമ്മുടെ ഷോ പ്രൊഡ്യൂസർ സതീഷ് ഭായ്. സതീഷ് ഭായ്ക്ക് എല്ലാവരും വലിയൊരു കയ്യോടി കൊടുക്കുക. ഇത് നമ്മുടെ എല്ലാവരുടെയും വിജയമാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് പിടിച്ചപ്പോഴാണ് ഈ ഷോ ഒരു ഗ്രാൻഡ് സക്സസ് ആയത്. ആൻഡ്
again looking forward to Superstar Seniors. Yes. ശരത് സർ. Come on. എന്തൊക്കെയാലും പാറു കുറെ സന്തോഷടാ. നമ്മൾ Thank you, എന്തൊക്കെയാണ് sir. ഇനി അതെ. അടുത്ത സൂപ്പർ സ്റ്റാർ സീനിയേഴ്സ് നമ്മളങ്ങ് അടിച്ച് തകർക്കും. അതെ. That's it. ധ്യാൻ ചേട്ടാ അടുത്ത ഓണത്തിന് വരില്ലേ? ഇത് തുടങ്ങിയ സമയത്ത് ഞാൻ വന്നിരുന്നു ഒരു തവണ. കഴിഞ്ഞ വർഷം ഇതേ ഓണത്തിന് ഉണ്ടായിരുന്നു ഇവിടെ. ഇവരുടെയൊക്കെ പാട്ടുകൾ കേൾക്കാൻ പറ്റി. അവരുടെ സുപ്രധാന ദിവസത്തിൽ വീണ്ടും എന്നെ വിറ്റ്നസ് ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ ഒരുപാട് സന്തോഷവും എല്ലാം വരും. സീനിയറിൽ ധ്യാൻ വരുമ്പോഴേക്കും ധ്യാൻ ഇനി സീനിയേഴ്സിൽ വരുമ്പോഴേക്കും ഒരു സിനിമ പിന്നണി ഗായകനായിട്ടുണ്ടാകും. ആൻഡ് ആസിഫിക്ക, താങ്ക് യു സോ മച്ച് സമയം കണ്ടെത്തി നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വന്നതിൽ. താങ്ക് യു സോ മച്ച് ഇക്ക. എന്റെ സന്തോഷം ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്. അമൃത ടിവിയുടെ ഒരു റിയാലിറ്റി ഷോയുടെ വലിപ്പം എന്താണെന്ന് ഇതിന്റെ ആദ്യ സീസൺ മുതൽ എനിക്കറിയാം. അതിന്റെ പാർട്ടിസിപ്പൻസും കണ്ടസ്റ്റൻസും എല്ലാവരെ കുറിച്ചും നമ്മൾ ഓരോരുത്തരെയും വീട്ടിലെ അംഗങ്ങളെ പോലെ കണ്ട് സമയം വെച്ചിരുന്ന് വോട്ട് ചെയ്ത് അങ്ങനെ ട്രീറ്റ് ചെയ്ത് തുടങ്ങിയതാണ് ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ സീസൺ. അതിന്നിപ്പോൾ ഇവിടെ ഇത്രയും വലിയൊരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാൻഡ് ഫിനാലിൽ വരാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ കുട്ടികൾക്ക് ഈ ഒരു അവസരത്തിൽ കൊടുക്കുന്ന ഇത്രയും വലിയൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ബാക്കപ്പ്, അതിന് ഞാൻ അമൃത ടിവിയോട് വലിയൊരു നന്ദി രേഖപ്പെടുത്തുന്നു. കാര്യം ഒരു കലാകാരന് വേണ്ടത് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പ്ലാറ്റ്ഫോമാണ്, അയാളുടെ കഴിവ് എക്സിബിറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അയാൾക്ക് അറ്റൻഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വേണ്ടത്. അത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം, ഇത്രയും ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയോട് കൂടി ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ചാനൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ LED വോളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ടെക്നോളജി ഇൻവെസ്റ്റ് ചെയ്ത് ഈ കുട്ടികളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ഒരു മനസ്സും എഫേർട്ടും, അതിന് ഹാറ്റ്സ് ഓഫ്. ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരുപാട്. പിന്നെ ജഡ്ജസ് അവിടെ ഇരുന്ന് കോമഡി അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഈ കുട്ടികളെ പറ്റി എത്ര വറീഡാണെന്നുള്ളത് ഞാൻ ഈ കുറച്ച് സമയം കൊണ്ട് മനസ്സിലാക്കി. ഈ 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരൊറ്റ എപ്പിസോഡ് കൊണ്ട് ഞാൻ ഇവരെ മനസ്സിലാക്കിയെടുത്തും ഇവരുടെ എൻജോയ് ചെയ്തു. അപ്പോൾ ഈ ഒരു സീസണിൽ നിങ്ങൾ ഇത് കഴിഞ്ഞ് പോകുമ്പോൾ ഈ കുട്ടികളെ നിങ്ങൾ എന്തൊരു മിസ് ചെയ്യാൻ പോകുന്നു എനിക്ക് മനസ്സിലാവും. അപ്പം ഇവിടെ എല്ലാവരും നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യം, ഇവിടെ ജയിച്ചോ അല്ലെങ്കിൽ ഫസ്റ്റ് ആയോ സെക്കൻഡ് ആയോ തേർഡ് ആയോ എന്നുള്ളതൊന്നുമല്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടി. ഭാവിയിൽ നിങ്ങൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്, നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ സ്വഭാവത്തിനെയൊക്കെ ഇതെങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗംഭീരമായ ഒരു ഭാവി ഞാൻ ആശംസിക്കുന്നു. ഒരുമിച്ച് ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്യാൻ പറ്റട്ടെ, എനിക്ക് വേണ്ടി പാടാൻ പറ്റട്ടെ, എൻ്റെ കൂടെ അഭിനയിക്കാനും പറ്റട്ടെ എന്നൊക്കെ ഞാൻ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തോരം സന്തോഷം ജീവിതത്തിൽ കിട്ടുമോ അതെല്ലാം കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, നാളെ രാവിലെ നിങ്ങൾക്ക് പുതിയൊരു ദിവസമാവട്ടെ. അതെ, താങ്ക് യു ആസിഫിക്ക. താങ്ക് യു രജിഷ, വീണ ചേച്ചി, ജിസേട്ട ആൻഡ് അരുൺ ചേട്ടാ. താങ്ക് യു സോ മച്ച്. അപ്പോ കഴിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. കഴിഞ്ഞിട്ടില്ല. അതല്ല, സൂപ്പർ സ്റ്റാർ ജൂനിയറെ കഴിഞ്ഞിട്ടുള്ളൂ. അടുത്ത തിങ്കളാഴ്ച മുതൽ ഇനി സൂപ്പർ സ്റ്റാർ സീനിയേഴ്സ് രാത്രി 8 മണിക്ക് മറക്കരുത്. സൂപ്പർ സ്റ്റാർ ജൂനിയർ കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്മുടെ ഷോ കഴിഞ്ഞിട്ടേ ഇല്ല. 8 മണിക്ക് എല്ലാവരും ടിവിയുടെ മുമ്പിൽ തന്നെ ഉണ്ടാവണം തിങ്കളാഴ്ച മുതൽ. ഓക്കെ, സോ ഇനി സൂപ്പർ സ്റ്റാർ സീനിയറിൽ കാണാം. ബൈ.